വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ ഇവിടെ വന്നേക്കുന്നത് ഹെല മോളെ ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കണം. ആരുടെയാ? അത് തന്നെ, ചെപ്പുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നമ്മൾ വന്നല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മോന്റെ ബർത്ത്ഡേ 2 days ആണോ? അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ഇതായിരിക്കും കേട്ടോ. ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ കേട്ടോ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് വീഡിയോട്ട് പോവാം. ഹെഡപ്പി വീഡിയോട്ട് പോവാം. ഹെഡപ്പോളെ ഓക്കെ കുട്ടി വീഡിയോട്ട് പോവാം. നമുക്ക് കേക്കൊക്കെ മുറിക്കാം. നമുക്ക് കേക്കൊക്കെ മുറിക്കുന്നത് കാണാം. ഓക്കെ. അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമാണ്. അങ്ങനെ സ്റ്റെഫിക്കുട്ടി ക്യാൻഡിലൊക്കെ ഊതി എന്നിട്ട് കേക്ക് മുറിച്ചു. അപ്പോൾ അവിടെ ആക്ച്വലി ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കതിന് ആ സോങ് കൂടെ കേൾപ്പിക്കാൻ പറ്റില്ല. ആസ് യു ഓൾ നോ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കാരണം നമുക്കത് എന്താ പറയുക, നമുക്ക് മ്യൂസിക് ഇടാൻ പറ്റില്ല. അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം സ്റ്റെഫിക്കുട്ടി എല്ലാവർക്കും കേക്ക് ഓരോരുത്തർക്കായിട്ട് വായി വെച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇവാനിയ കുട്ടിക്ക് കൊടുത്തു, പിന്നെ ഹെലമോക്ക് കൊടുത്തു, പിന്നെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുക. കെൻസൻ ചേട്ടന് കൊടുത്തു, നീത ചേച്ചിക്ക് കൊടുത്തു. ചെറിയൊരു ഫംഗ്ഷനായിരുന്നു, പക്ഷേ അത് ക്യൂട്ട് ആൻഡ് ബെസ്റ്റായിട്ട് നടത്തി. അടിപൊളിയ പരിപാടിയായിരുന്നു. അപ്പം ഞാൻ ഓർത്തു എൻ്റെ മുഖം കാണുന്നില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഫ്രണ്ട് ക്യാമറ ഓണാക്കി എല്ലാവരെയും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, കേക്ക് കഴിക്കുന്നുണ്ട്. പിന്നെ ഫുഡിൻ്റെ ടൈമായിരുന്നു കേട്ടോ. എല്ലാവരും ഫുഡ് കാര്യങ്ങളെല്ലാം എടുത്തു വന്നു, ജ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഹെയ്ഡാപ്പിയും പിന്നെ വാനിയക്കുട്ടി എല്ലാവരും കുഞ്ഞു ഗ്ലാസ്സിലുള്ള ജ്യൂസുകളായിരുന്നു കൊണ്ടുവന്നത്. അപ്പം അവരതെല്ലാം ടേസ്റ്റ് ചെയ്യുക. അങ്ങനെ ഹേബിലൂട്ടൻ നോക്കിക്കേ, ഹേബിലൂട്ടൻ എന്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് കുഞ്ഞു ജ്യൂസുകളെല്ലാം എടുത്തു. അന്നത്തെ ഫുഡ് എന്നായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പമായിരുന്നു. അപ്പവും മട്ടൺ സ്റ്റ്യൂവും വെജിറ്റബിൾ സ്റ്റ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് വെജ് ഉള്ളവർക്ക് വെജ് കഴിക്കാം, നോൺ വെജ് ഉള്ളവർക്ക്, കുട്ടികൾക്കൊന്നും നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തതിനാൽ അതെടുത്തു. ഇത് ചിക്കൻ പോപ്കോൺ ആണ്. ഇത് മട്ടൺ സ്റ്റ്യൂവ്, അപ്പം, പിന്നെ ഇത് വെജിറ്റബിൾ സ്റ്റ്യൂവ്. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ കെൻസൻ ചേട്ടൻ്റെ വീട്ടിലൊരു അടിപൊളി പുൽക്കൂട് ഉണ്ടായിരുന്നു കേട്ടോ. ക്യൂട്ട് ആൻഡ് ബെസ്റ്റ് എന്ന് പറയാം. ഒരു അടിപൊളി പുൽക്കൂട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി വർത്തമാനം പറയുന്നതൊക്കെ കാണുന്നേ. അതിനുശേഷം പിള്ളേർക്കെല്ലാം കൂടെ വേണ്ടിയിട്ട് വെറുതെ ചുമ്മാ ഒരു ഗെയിം, അതായത് മ്യൂസിക്കൽ ചെയർ നടത്തി. അതിനകത്ത് എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഹെലനും ഇവാനിയും ഒക്കെ കറക്റ്റ് സ്ഥലത്തേക്കൊന്നും ഓടാണ്ട് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയാണ് ഓടിക്കൊണ്ടിരുന്നത്. കാരണം അവർ ആക്ച്വലി ഈ ഗെയിമിൻ്റെ പാർട്ടല്ലായിരുന്നു. ആക്ച്വലി ഇച്ചിരി അറിയാവുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തിയൊരു ഗെയിമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഇതിനകത്ത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇവരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയതാണ്. രസമായിരുന്നു. പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതും ഈ പറഞ്ഞാൽ വേറെ മ്യൂസിക് ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, മ്യൂസിക്കിന് എന്താ പറയുന്നത്, കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് നമുക്കത് കേൾപ്പിക്കാനുള്ളൊരു നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത്.
ഈ ഫംഗ്ഷൻ ആക്ച്വലി ക്രിസ്മസിന് മുന്നേ നടന്നതാണ്. ഞാൻ ക്രിസ്മസിനോടനുബന്ധിച്ച് ആ ഒരു വീക്ക് ഫുള്ള് ഞാൻ ബിസി ആയിരുന്നു. സോ എനിക്ക് എഡിറ്റിങ്ങിനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതാ ഇവിടെ മ്യൂസിക്കൽ ചെയർ, ആക്ച്വലി ഇത് സമ്മാനത്തിന് വേണ്ടിയുള്ള കളിയൊന്നും അല്ലായിരുന്നു, പക്ഷേ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരാൾ ചെയർ കിട്ടിയില്ലെങ്കിൽ വേറെ ആളെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളുടെ കളിയും കാര്യങ്ങളും എല്ലാം സൂപ്പറായിരുന്നു. നമുക്ക് നോക്കിയാൽ കാണാം ഈ ഗെയിമിൽ ആരും ഫെയിലാകുന്നില്ല, ആരും ഔട്ടാകുന്നില്ല. ചെയർ മാത്രം റിമൂവ് ചെയ്യുന്നല്ലാണ്ട് ആരും ഔട്ടാകുന്നില്ല. സോ എല്ലാവരും വിജയികളായതുകൊണ്ട് അവസാനം കെൻസൻ ചേട്ടൻ എല്ലാവർക്കും പിന്നെ ചോക്ലേറ്റ്സ് കൊടുത്തു. കാരണം അതാണ് അവർക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അത് കഴിക്കുന്നത് കാണുന്നത്. അതിന് ശേഷം ചുമ്മാ വേറെ ഒരു ഗെയിമും കൂടെ നമ്മൾ മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നടത്തിയായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് പിള്ളേർക്ക് എന്താ പറയുന്നത് ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പം സ്റ്റെഫാനി എന്തൊക്കെയോ ചേച്ചീൻ്റെ അടുത്ത് പറയുകയാണ് ഇന്ന ഗെയിം കളിക്കാമെന്ന്. അവസാനം നമ്മളൊരു സ്റ്റാൻഡ് സ്റ്റില്ലെന്നോ സംതിങ് പറഞ്ഞിട്ടൊരു ഗെയിമിലേക്ക് എത്തി. മ്യൂസിക് ഇടും, അതിന് ശേഷം നമ്മൾ ഏത് മ്യൂസിക്കിനനുസരിച്ച് നമ്മൾ ഡാൻസ് ചെയ്യുക. മ്യൂസിക് സ്റ്റോപ്പ് ആകുമ്പോൾ ഏത് രൂപത്തിലാണോ നമ്മളുണ്ടാവുക അതേ പൊസിഷനിൽ നിൽക്കുക. ദെൻ എഗെയിൻ അതിൽ നമ്മൾ മൂവ് ആവാൻ പാടില്ല. അതായിരുന്നൊരു ഗെയിം. സോ അതും പിള്ളേർ തകർത്തു, പൊളിച്ചടുക്കി. കുഞ്ഞുങ്ങൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ കുറേ പിള്ളേരൊക്കെ ആയിട്ട് ഈ പിള്ളേരെല്ലാം ഇൻട്രാക്ട് ചെയ്ത് കാരണം കുട്ടികൾക്കും ഭയങ്കര രസമായിരുന്നു. സ്റ്റെനിയുടെയൊക്കെ നിപ്പ് സൂപ്പറായിട്ടുണ്ട്. കാരണം അതിൽ നിന്ന് അനങ്ങുന്ന പോലെയില്ല. വീണ്ടും മ്യൂസിക് വരുമ്പോൾ വീണ്ടും അനങ്ങുന്നു. അങ്ങനെയാണ് നല്ലൊരു ഈവനിങ് ആയിരുന്നു അത്. അടിപൊളിയായിട്ട് പിള്ളേരെല്ലാം എൻജോയ് ചെയ്തു. കേക്കൊക്കെ മുറിച്ചു. സ്റ്റെഫി മോള് ഭയങ്കര ഹാപ്പിയാണ്. സ്റ്റെഫി മോളുടെ പുത്തനുടുപ്പാണ്. ഇത് ഇവാനിയ കുട്ടിയുടെ പുത്തനുടുപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുട്ടിയുടെ സ്റ്റെഫി മോളുടെ ഉടുപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും സൂപ്പർ ഉടുപ്പല്ലേ? അപ്പൊ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു, ഹാപ്പിയായി. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ് ഇവിടെ തീരുവാ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ share, comment and subscribe. Okay, see you with another video.